നിക്കണേ, ഞാനും അങ്ങോട്ടാ. ഹലോ, ഒന്ന് വലിക്കാൻ തരൂ. സെൽ നമ്പർ 100-ലല്ലേ? അതെ, ഞാൻ 115-ലായിരുന്നു. ആരൊക്കെയായിരുന്നു കൂട്ടുകക്ഷികൾ? എനിക്ക് കൂട്ടായി കിട്ടിയത് ബൈക്ക് കേസിൽ 2 പയ്യന്മാരാണ്. ശരിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എപ്പോഴും അവന്മാർ പ്രശ്നമാണ്. നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഇനി അഥവാ മുഖം മുറിഞ്ഞു വല്ലതും പറഞ്ഞാലോ? വീട്ടിലെത്തിയിട്ട് നല്ലൊരു കുളി, നല്ല ഭക്ഷണം, പിന്നെ നിവർന്ന് കിടന്ന് 1 വർഷത്തെ ഉറക്കം. ഉണ്ണാനും കുളിക്കാനും ഇറങ്ങുമ്പോൾ ഞാൻ കാണാറുണ്ട്, ഞാൻ ചിരിക്കുന്നുമുണ്ട്. പക്ഷേ തമ്മിൽ മിണ്ടാൻ പറ്റില്ലല്ലോ. സമയം തെറ്റിയ ചെറിയ ശിക്ഷയില്ലല്ലോ, വലുത് പിന്നെയും കിട്ടും. നല്ല നടപ്പായതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങാൻ കഴിഞ്ഞത്. ഓ, എന്തായാലും പുറത്തിറങ്ങിയപ്പോൾ നല്ല ശ്വാസം കിട്ടി. ആടെ എന്താ പേര്? പ്രകാശ്. ഞാൻ രാമേന്ദ്രൻ. നാടെവിടാ? പുല്ലൂർ മുക്ക്. പുല്ലൂർ മുക്ക? ആ, ഞാനും അവിടെ. ആണോ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ 25 വർഷം ഗൾഫിലായിരുന്നു. 3-4 വർഷം കൂടുമ്പോൾ നാട്ടിൽ വരും. വന്നാ പിന്നെ തിരക്കോട് തിരക്ക്. ബന്ധുക്കളുടെ വീട്ടിൽ പോക്കും ടൂറും. എന്തിന്, പുറത്തിറങ്ങാൻ പോലും സമയം കിട്ടില്ല. വേഗം വാ, ബസ്സിന് സമയമായി. അതുകൊണ്ട് ദേ ബസ് വന്ന്. മുമ്പ് ഞാൻ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ പ്രോപ്പർട്ടി ആയിരുന്നു. ഭാഗം വെച്ച് പിരിഞ്ഞപ്പോൾ പല ഭാഗത്തായി. നമ്മുടെ പൂർവന്മാർ പണ്ടേ വെട്ടിപ്പിടിക്കാൻ മിടുക്കന്മാരായിരുന്നു. ഭാഗ്യവാൻ. എന്റെ പൂർവികന്മാരെ കെട്ടിപ്പിടിക്കാൻ മിടുക്കന്മാരായിരുന്നു. അതുകൊണ്ട് എന്റെ അമ്മയുടെ അമ്മ പ്രസവിച്ചതേ 11 മക്കളെയായിരുന്നു. അപ്പൊ ഇനി എങ്ങോട്ടാ പോവേണ്ടേ? എനിക്ക് പോകേണ്ട അങ്ങോട്ടാ. എന്നെ കൊണ്ടുപോകാൻ കാറ് വരും. വാ. അപ്പൊ ഇനിയും കാണണം. ഉറപ്പായും കാണും. എത്ര നാളായടാ നിന്നെ ഒന്ന് കണ്ടിട്ട്, ഒന്ന് തൊട്ടിട്ട്. തുറക്കുന്നില്ലല്ലോ. സുശീല, വണ്ടി നിർത്ത്, ഞാൻ കയറിയില്ല.
ആ ഹലോ, ഹലോ, ഞാനിപ്പോ വീടിന്റെ മുമ്പിൽ എത്തിയതേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്. അവർക്ക് താല്പര്യമാണെങ്കിലേ ആ വീടും പറമ്പും ഒക്കെ ഒന്ന് വൃത്തിയാക്കി അഡ്വാൻസ് വാങ്ങിച്ച് ചാവിയും കൊടുത്തേക്ക്. ഇന്നിനിപ്പോ ആരെ കിട്ടാനാ? ഞാൻ എത്ര മാസം കൊണ്ട് പറയുക ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ. ഇന്നാണെങ്കിൽ കർക്കിടകമാവും. മിക്ക ആൾക്കാരും ബലിയിടാൻ പോയി കാണും. ഒരിക്കിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. ഓ ഇന്ന് വാവാണല്ലേ? ഓ ഞാനും അല്പം ബിസിയാ. എന്തായാലും നിന്റെ ഐഡിയ പോലെ ചെയ്. ഓക്കെ, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ ഓക്കെ, ഇനി വാ. കോടികൾ വിലയുള്ള വസ്തുവാണ്. മനസ്സിലായി. മറിച്ച് വിറ്റാ നല്ല വില കിട്ടും. വേറൊന്നുണ്ടല്ലോ സാറേ, ഒത്തിരി നാളായി നല്ലൊരു കച്ചവടം നടന്നു. ബിസിനസ് വളരെ ഡള്ളാണല്ല. അത് പേടിക്കണ്ട, സാറിന് ഭയങ്കര പറഞ്ഞിട്ടുണ്ട്. പാടില്ല. നിനക്ക് കിട്ടാനുള്ള ഓ കമ്മീഷൻ എനിക്കത് മാത്രം മതി. എനിക്ക് ആളില്ലാത്ത വീട്ടിൽ കയറി എന്തോന്നാ കാണിക്കുന്നത്? വാ വാ, അകത്തേക്ക് വാ. ഇത് ചോദിക്കാനും പറയാനും ആളില്ല. കാട് പിടിച്ച് കിടക്കേണ്. അങ്ങ് കയറി പോവേണല്ലേ? നീ എന്നെ വണ്ടി കയറ്റാത്ത എത്ര തെമ്മാടത്തരം കാണിക്കുന്നത്? കാട് ഒന്ന് തെളിക്കണം, എന്താടാ അവിടെ? ചെയ്യണം. അങ്ങനെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നന്നായിരിക്കും. ഓ പണിയുടെ എടുത്താൽ മതി. കണ്ട അത് കണ്ട മരങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളയണം. അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കണ്ട അത് കണ്ട കണ്ട ഇതൊന്ന് പെയിന്റ് ചെയ്യണം. പിന്നെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണം. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാവും. ഓക്കെ, ഇപ്പൊ ആരാ ഫോൺ വിളിച്ചത്? ഇവിടുത്തെ സാറിന്റെ മൂത്ത മോനാ. ഈ വീട് പൂട്ടിയിട്ട് എത്ര വർഷമായി? സാറിന്റെ 16 കഴിഞ്ഞപ്പം 4-ാം ദിവസം അവര് ഗൾഫിൽ സെറ്റിലായി. കോടീശ്വരനാ. കാടും കയറി കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. അത് ശരിയാ. നല്ലൊരു ദിവസമായിട്ട് ഇവിടെ വിളക്കത്തിക്കാനാ തിരികത്തിക്കാനാ ആർക്കും സമയമില്ല. എല്ലാവർക്കും തിരക്കോട് തിരക്കല്ലേ. മുടിഞ്ഞ തിരക്ക്. പ്രഭു, പ്രശ്നക്കാരെ മുഴുവൻ വാതിലടച്ച് കുറ്റിയിട്ടു. എന്നെ വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ലേ? ബാക്കി എല്ലാവരെയും പറഞ്ഞയച്ചു അല്ലേ ഗുപ്ത? അതെ പ്രഭു. നമ്മുടെ രാജ്യം വിട്ട് പ്രജകൾ പുറത്തു പോയപ്പോൾ എന്തോ ഒരു ഒറ്റപ്പെടൽ. അവരോടൊപ്പമല്ലാതെ ഒരു രാത്രിയോ പകലോ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഗുപ്തൻ അറിയാലോ? അറിയാം പ്രഭു. രാജകിങ്കരന്മാർക്കും അവധി കൊടുത്തു പ്രഭു. എന്റെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന ഗുപ്തൻ മാത്രം എന്റെ ഇടവും വലവും. കണക്കുകൾ പിഴയ്ക്കാൻ പാടില്ല. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരല്ലേ? ഇപ്രാവശ്യം യമരാജന് ഗുപ്തനോടൊരു ദയവും. എന്താണ് പ്രഭു? സാധാരണ എല്ലാ വർഷവും ഞാൻ ജീവിതം നശിപ്പിച്ചു എന്ന് കരുതുന്ന പ്രജകളെ കാണാൻ ഞാൻ ഭൂമിയിലേക്ക് പോകും. ഇക്കുറി എന്നോടൊപ്പം ഗുപ്തൻ വരണം. ഞാനോ? ഈ ജോലി കിട്ടിയില്ല പിന്നെ ഈ രാജ്യം വിട്ട് പുറത്തെങ്ങോ അങ്ങ് എന്നെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ യമരാജന്റെ കൂടെ ഇത്തവണ ഭൂമിയിലേക്ക്. രാജൻ വാഹനം ഇറക്കാൻ പറയട്ടെ? ഗുപ്ത, ഞാനും ആത്മാവുമല്ലാതെ അവൻ ആരെയും അവന്റെ പുറത്ത് കയറ്റില്ല. പിന്നെങ്ങനെ? യമരാജന് ഭൂമിയിൽ സ്പർശിക്കാൻ എന്തു വാഹനം? ഇപ്രാവശ്യത്തെ കണക്ക് പ്രകാരം നല്ല നടപ്പുകാരുടെ ലിസ്റ്റ് കാണിക്കൂ. ഇവർ രണ്ടുപേരുമാണോ? അതെ. അപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് വരൂ ഗുപ്ത. പ്രഭു, ഓഹോ, അപ്പൊ ഇതാണ് ഭൂമി. എന്ത് ഭംഗിയാ കാണാൻ. അവിടെ കുന്തമേറിയ കിങ്കരന്മാരും തറയിൽ ചവിട്ടാതെ പറന്നു കിടക്കുന്ന ആർക്കും വേണ്ടാത്ത കുറെ പ്രേതങ്ങളും. ശരിക്കും എമ്മലോകം ഇവിടെയാൽ മതിയായിരുന്നു. അവിടെ സ്ത്രീകൾക്ക് വേറെ സെല്ല്, പുരുഷന്മാർക്ക് വേറൊരു സെല്ല്. പ്രഭു, എന്ത് ഭംഗിയുള്ള സ്ത്രീജനങ്ങൾ. തൊടാൻ കൊതിയാകുന്നു. ഗുപ്തൻ ആദ്യ യാത്രയല്ലേ? അതെ പ്രഭു. ഇതൊരു തുടക്കം മാത്രം. ഇനി എന്തെല്ലാം കാണാൻ കിടക്കും. ഇത് ഭൂമിയിലെ ഒരു ഭാഗം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി എന്ത് കാണാൻ? കണ്ടത് തന്നെ നയന മനോഹരം. ആ,
പ്രഭു പോണ പോക്ക് കണ്ടില്ലേ? ഇവന്മാർ സമയം നോക്കട്ടെ. വേണ്ട ഗുപ്ത, എന്തിന്? എവനൊക്കെ എവിടെ പോവാൻ ഈ കയ്യിലല്ലാതെ? വാ. തീരുമാനമായി. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഞാൻ ഒത്തിരി നേരം ഇവിടെ ഇരുന്നോട്ടെ. ഞങ്ങൾക്ക് നിങ്ങളെ കാര്യം മാത്രം നോക്കിയാ പോരാ, പോയിട്ട് 100 കൂട്ടം പണിയുണ്ട്. തുടരുതന്നെ. നീ ഒറ്റ ഒരുത്ത കാരണം എന്റെ കുടുംബത്തെ, ഞാൻ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ സമ്പാദ്യത്തെ, ഞാൻ എന്റെ നെഞ്ചിലിട്ട് വളർത്തി എന്റെ മക്കളെ, എന്നിട്ടിപ്പോ കണ്ടില്ലേ ഞാൻ കിടക്കുന്ന 6 അടി മണ്ണ് പോലും എനിക്കില്ല. കൈവിട്ടു പോകുന്നത് നീ ഒരുത്ത കാരണം. ഭൂമിയിൽ എത്ര കുടുംബങ്ങൾ, ഭാര്യാഭർത്താക്കന്മാർ, ചെറിയ കുട്ടികൾ, അവരുടെ സങ്കടങ്ങൾ, ഇങ്ങനെ ഞങ്ങളെയും ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെയും ദുഃഖിപ്പിച്ചിട്ട് നീ എന്ത് നേടി? ഞങ്ങൾ നേടിയെന്നോ? ഞങ്ങൾ നേടിയില്ല, നേടിയത് മുഴുവൻ നിങ്ങളല്ലേ. വഴക്ക് മതിയാക്ക്. രാമേന്ദ്ര, നഷ്ടപ്പെട്ട് തിരിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല, പ്രത്യേകിച്ച് ജീവൻ. പക്ഷേ നീ എന്താണെന്നും നിന്റെ ജീവിതം എന്താണെന്നും നീ എങ്ങനെ ഇങ്ങനെ ആയതെന്നും നിനക്കൊരു തിരിച്ചറിവ് വേണ്ടേ? ഗുപ്ത. പ്രഭു. അച്ഛൻ ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടോ? ആ കേട്ടു. അച്ഛനൊന്നും പറഞ്ഞില്ല? അവൻ പറഞ്ഞത് കേട്ടില്ലേ? ആ കേട്ടു. ഒന്നും പറഞ്ഞില്ല. നമ്മളീ കഷ്ടപ്പെടുന്നതും നഷ്ടപ്പെടുത്തുന്നതും നമ്മളെ മക്കൾക്ക് വേണ്ടിയല്ലേ? അതിന് അച്ഛാ മിണ്ടരുത് നീ. ഓരോ ആവശ്യം പറയുമ്പോഴും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ടെന്ന് നിന്റെ അമ്മയും പറഞ്ഞു. അത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ടെന്തായി? സർവ്വതും തൊലച്ചു. എടാ, നീ ഞങ്ങൾക്കൊന്നും തരണ്ട, ചോദിക്കത്തുമില്ല. തുടങ്ങി പഴം പുരാണം. നിനക്ക് തോന്നും ഒരു തെറ്റ് മാത്രമേ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളൂ. സാധു കുടുംബത്തിൽ ജനിച്ച നിന്നെ അന്നത്തെ ചോരത്തിളപ്പിൽ എന്റെ ആൾക്കാരെ മുഴുവൻ വെറുപ്പിച്ച് നിന്നെ കെട്ടി. കെട്ടിയതല്ല, ഒളിച്ചോടിപ്പോയി, കുലവും ഗോത്രവും നോക്കാതെ. സമ്പാദ്യമായി നീ എനിക്ക് തന്നു 2 മക്കളെ. അച്ഛാ ഞാൻ പറഞ്ഞത് നിർത്ത്. ഞാൻ പറഞ്ഞു തീർന്നില്ല. നിന്റെ താഴെയുള്ള ഒരെണ്ണത്തിനെ യോഗ്യനായ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞു വെച്ചു. ബന്ധുക്കളുടെ ഭാര്യ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് 10 പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അത് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ? അവിടെ നിന്ന് എന്ത് കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. നിനക്ക് താഴെയുള്ള 2 അനിയത്തിമാരാ, അവരെ ഇറക്കി വിട്ടില്ലേ ഞാൻ മാന്യമായി, നിന്റെ യോഗ്യതയ്ക്കനുസരിച്ച്. ഇനി ഈ വീടും 1.5 ഏക്കർ വസ്തുവുണ്ട്. ഒന്നുകിൽ നാട്ടിലുള്ള നിന്റെ കൂട്ടുകാരുമൊത്തുള്ള കൂട്ട് ബിസിനസ് അവസാനിപ്പിക്കുക, എന്നിട്ട് അച്ഛൻ നിന്ന കമ്പനിയിൽ ഒരു വിസ ശരിയാക്കി തരാം. അവിടെ പോയി 4 കാശ് സ്വന്തമായിട്ടുണ്ടാക്കാൻ നോക്ക്. അല്ലാതെ ഇതിന്ന് 10 പൈസ ഞാൻ നിനക്ക് തരത്തില്ല. ഇല്ലെങ്കിൽ വേണ്ട, വാട ഇങ്ങോട്ട്. നിക്ക്. വലിയ അഭിമാനിയല്ലേ? അതെ, അഭിമാനിയാ. ചാകുമ്പോഴേ നിന്റെ അച്ഛനെ പോലെ വഴി കിടന്ന് ചാകരുതെന്ന് എനിക്കാഗ്രഹമുണ്ട്. അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണ്ണ, അതിലൊരു 6 അടി മണ്ണ്. എനിക്കത് മതി. ചത്തു കഴിഞ്ഞ പിന്നെ നിങ്ങളെ ഇഷ്ടം, പിന്നെ ചോദിക്കണ്ടല്ലോ. വേണ്ടായിരുന്നു. ആകെയുള്ളൊരാൺതരിയ ചാവുമ്പോ
ചിലക്ക് കൊള്ളി വയ്ക്കേണ്ടന. രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ട് വയ്ക്കോട്ടെ. ഒരു സോറി പറയാൻ. കുടുംബത്തിൻ്റെ സമാധാനം ഇതുവരെ സമ്പാദിച്ചത് കുടുംബത്തിൻ്റെ സന്തോഷമാണ്. ആ സോറി പറയാൻ. സോറി പറയാൻ. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എപ്പിസോഡ് പൂർത്തിയായി. നീ ഇപ്പോൾ കണ്ടതും അനുഭവിച്ചതും നിന്റെ ജീവിതം. എന്തായാലും വാ, നമുക്കിനി വേറൊരു കുടുംബത്തിലേക്ക് പോകാം. ആ ഹലോ സാർ. ആ അത് പറഞ്ഞതെന്ന് 3 ലക്ഷം കുറച്ചാണ് അവർ പറഞ്ഞത്. കണ്ണായ വസ്തുവല്ലേ സാറേ? ആ കണ്ണും മൂക്കൊന്നും നിങ്ങൾ നോക്കണ്ട. ഓ പറഞ്ഞ വിലയ്ക്ക് നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചേ. ശരി ശരി ശരി. ഓക്കെ എന്തായാലും ഓക്കെ എനിക്കും അമ്മയ്ക്കും അങ്ങാടി വരാൻ ഓക്കെ, താല്പര്യം. അങ്ങനെ ആയിക്കോട്ടെ. ആ പിന്നെ സാറേ, അച്ഛനെ അടക്കം ചെയ്ത 1 സെൻറ്റ് മാറ്റിയിട്ടിട്ടാണ് അവർ വില സമ്മതിച്ചത്. അതൊന്നും വേണ്ട. ഉം. ഇത്രയും വില നിന്ന് വാങ്ങിച്ചവർക്ക് എന്റെ വക 1 സെന്റ് ഫ്രീ. ഓക്കെ ഓക്കെ, പ്രത്യേകം പറഞ്ഞേക്കണം. ശരി സാർ. ആ പിന്നെ സാറേ ഒരു കാര്യം. ആ പറഞ്ഞോളൂ. അതായത് നമ്മുടെ ക്ലബിൻ്റെ വാർഷികം വരെയാണ്. അപ്പോൾ സാറ് പ്രോഗ്രാം ചെയ്യാൻ ഏറ്റിരുന്നു. എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്? അത് സാറേ, നമ്മുടെ തിരുവനന്തപുരം സാഗരയുടെ മെഗാ ഷോ, അതായത് സ്റ്റേജ് സിനിമ, അതാണ് എല്ലാവർക്കും താല്പര്യം. ആ ശരി ശരി, ഓ എങ്കിൽ അതങ്ങ് ഫിക്സ് ചെയ്തേക്ക്. ഓക്കെ. എന്തായാലും ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിന് ഒരു 10 ദിവസം ലീവിലേക്ക് ഞാൻ നാട്ടിലേക്ക് വരുന്നു. വന്നിട്ട് രജിസ്ട്രേഷൻ നടത്താം. ഓക്കെ. ആ വസ്തുവിന്റെ കമ്മീഷൻ നിങ്ങൾ ചോദിക്കാതിരിക്കണ്ട, അത് നിങ്ങളെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ വരുമ്പോ ശരി, അതും കൂടെ ശരിയാക്കി തന്നേക്കാം. എന്തായാലും എനിക്ക് വേണ്ടത്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ ശരി ശരി ശരി. നോക്ക്, ഒരു നല്ല മനുഷ്യൻ്റെ കാവലായി നിന്നതിന് എനിക്ക് കിട്ടിയ സമ്മാനം. ഈശ്വര. നിന്റെ ഡ്രൈവർ ആയിരുന്നല്ലേ? നിന്റെ മകനില്ലാത്ത സ്നേഹം അവനുണ്ട്. എനിക്ക് അവസാനമായിട്ട് എൻ്റെ വീടൊന്ന് കാണണം. എന്തായാലും വിറ്റുപോയ വസ്തുവിൽ നിൽക്കാൻ നമുക്ക് അധികാരമില്ല. വരൂ, നമുക്ക് പോകാം. കൊച്ചേ, കരയല്ലേ കൊച്ചേ. നമ്മുടെ പൂർവികന്മാർ നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ്. അതുകൊണ്ട് കരഞ്ഞുകൊണ്ടവരെ സ്വീകരിക്കാൻ പാടില്ല. അവർ ഈ ഭൂമിയിൽ നിന്ന് പോയെങ്കിലും അവരുടെ ചിന്തകൾ മുഴുവൻ നമ്മളെക്കുറിച്ചായിരിക്കും. ചെല്ല്, എഴുന്നേറ്റ് പോയി കുളിക്ക്. ഞാനേ മോനെ ഒന്ന് കുളിപ്പിച്ചിട്ട് വരാം. ശരി അണ്ണ. മണി 10 നാഴികയ്ക്ക് മുമ്പ് ഒരുക്കണ്ടേ?
എൻ്റെ ജന്മം കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തിയ എൻ്റെ അച്ഛൻ്റെ ജീവന് പകരം വെക്കാൻ ഇതല്ലാതെ മറ്റൊന്നുമില്ല. ശാപിക്കല്ലേ അച്ഛ. പ്രഭു, ഇവരുടെ ജീവിതത്തിന് എന്ത് പറ്റി? മനസ്സിലായില്ലേ? പണം, മകളുടെ ആഗ്രഹത്തിന് വഴങ്ങിയ ഒരു പാവം അച്ഛനും അമ്മയും മാന്യമായി ഒറ്റ മകളെ കിട്ടിച്ചു. വന്ന കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി വാടി. കരയിലെ മക്കളെ, എനിക്ക് വയ്യമ്മ, മടുത്തു. എന്നെ അടിക്കും, കൊച്ചിനെ അടിക്കും. അളിയ ഒറ്റ കാരണമാണ്. സത്യമായിട്ട് ഞാനും പോവൂല. എന്നെ അങ്ങോട്ട് പറഞ്ഞുവിടല്ലേ അമ്മ. അയാളെന്നെ കൊല്ലും, ഉറപ്പ്. തനിക്കൊരു കുഞ്ഞുണ്ടായ പെങ്ങളുടെ മകളോടുള്ള സ്നേഹം കുറയുമെന്ന് കരുതി കല്യാണം പോലും കഴിക്കാതെ ജീവിതം ഹോമിച്ച മണ്ടൻ. എന്നിട്ട് സ്വന്തം ജീവിതവും കളഞ്ഞ് എന്റെ കുഞ്ഞിന്റെ ജീവിതവും കളഞ്ഞ് അവരുടെ പ്രേമത്തിന് കൂട്ടിയുന്ന ആളല്ലേ. അളിയ വിഷമിക്കാതെ അളിയ. ഗൾഫിൽ പോണോന്ന് പറഞ്ഞപ്പോ ഈ വീടിന്റെ ആധാരവും പണയപ്പെടുത്തി 1.5 ലക്ഷം രൂപ കൊടുത്തില്ലേ? ബാങ്കുകാര് ജപ്തിക്കായി കയറി ഇറങ്ങിയ ഈ വീട്ടില്. അളിയനറിയാലോ. നന്ദു, നിനക്ക് ആവശ്യത്തിനുള്ള ഇവിടെ ഒന്ന് തന്നു കഴിഞ്ഞു. ഇനി നിനക്കായി തരാൻ ഇവിടെ ഒന്നുമില്ല. ഇടാ, ഒരു പെണ്ണിനെയും കൊച്ചിനെയും നോക്കാൻ കഴിവില്ലാത്തവൻ ആണാണെന്ന് പറഞ്ഞിട്ട് എന്താടാ കാര്യം? ഓ, കുറെ ഉണ്ടാക്കി തന്നത് കൂടിപ്പോയോണ്ടാണല്ലോ എനിക്കിവിടെ നിൽക്കേണ്ട ഗതികേടുണ്ടായത്. എന്താണോ നീ പറഞ്ഞത്? ഏടോ, തരാൻ കഴിവില്ലെങ്കിൽ അവളെ കൂടെ കിടത്തി പേർപ്പിച്ചോടോ. എന്തോ പറഞ്ഞത്? വീട്ടിൽ കയറി പോടാ. അളിയാ മാറ്. പോടാ. നീ എന്തോടാ കാണിക്കുന്നത്? പോടാ. അളിയാ
കഴിച്ചു. കഴിച്ചിട്ട് പൊക്കോ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കാണത്തില്ല. നിങ്ങളില്ലാത്ത ഈ വീട്ടില് ഉരുകി ഉരുകി ഞാൻ തീരും. കരയല്ലേ കൊച്ചെ, എന്റെ കൊച്ച് 100 കൊല്ലം ജീവിക്കണം. ഞാൻ എപ്പോ വന്നാലും എന്റെ കൊച്ചി ഈ വീട്ടിൽ കാണണം. ഞാൻ പോവുക കൊച്ചേ. ഇതുപോലെ എത്ര എത്ര ജീവിതങ്ങൾ. പ്രഭു, ഒരു ഇന്റർനാഷണൽ കോളാണെന്ന് തോന്നുന്നു. എടുക്കൂ ഗുപ്ത. എടുക്കാം. ഹലോ, ആ ഇപ്പൊ കൊടുക്കാം. ഹലോ, ഞാൻ കേരളത്തിൽ നിന്ന് കാലൻ. അബുദാബി. ഒരു അർജന്റ് മെസ്സേജ് പാസ് ചെയ്യാനുണ്ട്. ഒരു മലയാളി യുവാവ് സഞ്ചരിച്ച കാർ ആക്സിഡന്റിലായി. മരിച്ച ആളിനെ അങ്ങോട്ട് അയക്കുകയാണേ. പിന്നെന്താ, അയച്ചോളൂ. ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ശരി, ഓക്കേ. ഓക്കെ. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അല്ല, നിന്റെ കഥ പൂർത്തിയായില്ലല്ലോ. വേണ്ട. അതെന്താ? എന്തിന്? ചോദ്യം ന്യായം, പക്ഷേ ഉത്തരം നിനക്കറിയണ്ടേ? ഇതാ നീ സ്വയം തിരഞ്ഞെടുത്ത നിന്റെ ജീവിതത്തിന്റെ ബാക്കി പത്രം. എടാ നീ കാര്യം പറ. അമ്മേ, ഈ വസ്തുവിന്റെ ആധാരം ആരുടെ പേർക്കാ? അത് അച്ഛന്റെ പേർക്ക്. അപ്പോ ഈ വസ്തുവിന്റെ അവകാശി ആരാ? അതച്ഛൻ. അമ്മ, നിയമപരമായി അച്ഛന്റെ വസ്തുവിൽ അച്ഛന്റെ കാലശേഷം ആരെയാ അവകാശിയായി വച്ചിരിക്കുന്നത്? അതെന്നെ. പിന്നെന്താ? സ്വയം രക്ഷപ്പെടാനുള്ള താക്കോൽ എടുക്കാൻ എന്താ എത്ര മടി? അതിനങ്ങനെ മരിക്കണ്ടേ? കൊല്ലണം. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. കൊന്ന പാവം തിന്നാ തീരും. ഹിന്ദു ആചാരപ്രകാരം ഒരു മഹാപാപം ചെയ്താൽ കുടുംബ ജോത്സ്യനെ വിളിച്ചൊരു ഹോമം, അതോടെ തീർന്നു. ചെയ്ത പാവങ്ങൾക്കൊരു മോക്ഷം. അയാൾ ഒരു 6 അടി മണ്ണ് ചോദിച്ചു, കൊടുത്തേക്കാം. പക്ഷേ എങ്ങനെ? ആരാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഞങ്ങളാ. അതിന് നിങ്ങളാരാ? ഈ വേഷം കണ്ട് നിനക്ക് മനസ്സിലായില്ലേ? ഓഹോ, ബാലക്കാരാണല്ലേ. പക്ഷെ ഞാൻ ബുക്ക് ചെയ്തത് മെഗാ ഷോ ആണല്ലോ. ഞങ്ങൾ ബാല കഴിഞ്ഞ് ഒന്ന് കടൽ കാണാൻ ഇറങ്ങിയതാ.
അടുത്ത കളിക്ക് ഒരു നടൻ്റെ കുറവുണ്ട്. അതിനാ നിന്നെ വിളിപ്പിച്ചത്. അതിന് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. നിന്നെപ്പോലെ അഭിനയിക്കുന്നവനെ ഇനി ഈ ഭൂമി ജനിക്കണം. നിന്റെ ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. രചന, ബ്രഹ്മാവ്, നിർമ്മാണം വിഷ്ണു, സംവിധാനം പരമേശ്വരൻ, സാരഥി ഈ കാലൻ. എന്നെ കൊണ്ടുപോകരുത്. ഒരായുസ് മുഴുവൻ പിടിക്കേണ്ട കാലിനെ ഒരു നിമിഷം കൊണ്ട് കാലപുരിക്ക് അയച്ചവനാ നീ. പിടിക്കേണ്ടത് എന്റെ കാലല്ല. ആട്ടം കഴിഞ്ഞ അരങ്ങ് പോലെയായി തർപ്പണം കഴിഞ്ഞ കടൽ തീരം. ഒരായുസിന്റെ 3/4 ഭാഗവും തിരയെണ്ണി കാത്തിരിക്കുന്നു. നിന്റെ വരവിനായി. നിനക്കെന്നെ വേണ്ടേ? വേണ്ടല്ലേ? എങ്കിലും ഞാൻ കാത്തിരിക്കും, നിന്റെ അടുത്ത വരവും പ്രതീക്ഷിച്ച്. സമ്പാദിക്കാത്ത, മണിമാളിക പണിയാത്ത, കൊല്ലും കൊലയുമില്ലാത്ത നിന്റെ ആ ലോകത്തേക്ക് എന്നെ കൊണ്ടുപോകില്ലേ? ഒരിക്കലും മരണമില്ലാത്ത നിന്റെ ആ ലോകത്തേക്ക് നീ എന്നെ കൂടി കൊണ്ടുപോ. എന്നെ കൂടി കൊണ്ടുപോ. പോയില്ലായിരുന്നു. ഇല്ല, എന്തേ? മനസ്സിന് ഇഷ്ടപ്പെട്ട കൂട്ട് കിട്ടിയില്ല. ഇപ്പൊ കിട്ടിയോ? കിട്ടി. വീട്ടിൽ പോയി ഭാര്യയും മക്കളെയും കണ്ടായിരുന്നു. പിന്നെ പറയും വിശേഷങ്ങള്. സമ്പാദ്യമുള്ള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് സങ്കടം ഞാൻ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കാൻ നല്ലൊരു കുടുംബം ഉള്ളതുകൊണ്ട് ദുഃഖവും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തിന്, എൻ്റെ മരണത്തിൽ പോലും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ മരണത്തിന് കാരണക്കാർ എൻ്റെ ഭാര്യമാരാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ജീവിതം കൈവെള്ളയിൽ സോപ്പ് ഇട്ട പോലെയാണ്. നമ്മൾ എത്ര അമർത്തി പിടിച്ചാലും അത് വഴുതി മാറി നമ്മളെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും.
വഴിയാത്രയിൽ ഒരുമിച്ച് കണ്ടുമുട്ടിയവരാ നമ്മൾ. തിരിച്ചൊരുമിച്ച് പോണമെന്നായിരിക്കും ദൈവഹിതം. ആത്മാവിന് ഈ ഭൂമിയിൽ ബന്ധമില്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരു ആത്മബന്ധം. അസ്തമനമായി, നമുക്ക് പോകാൻ. വന്ന വഴി തിരികെ നടക്കാൻ ഒരാണ്ട് കാത്തിരിക്കണം അല്ലേ?